ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കുഞ്ഞൻ സ്റ്റീവിനെ ആയിരിക്കും കാണിക്കുക. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു തുരങ്കത്തിനുള്ളിലൂടെ പോയി ട്രഷർ ഹണ്ട് ചെയ്യുക എന്നതാണ്. അതിനായിട്ട് അവൻ കഷ്ടപ്പെട്ട് ഒരു തുരങ്കം കണ്ടെത്തും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് ആളവനെ ദേഷ്യപ്പെട്ട് അവിടുന്ന് മിരട്ടി ഓടിക്കുകയാണ്. സ്റ്റീഫനാണെങ്കിൽ അവന്റെ ആഗ്രഹം അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം അതവനെ വേട്ടയാടി ആടി നമ്മുടെ സ്റ്റീവ് അവനിപ്പോ വലിയൊരു പുരുഷനായി മാറിയിരിക്കുകയാണ്. സ്റ്റീവ് ആണെങ്കിൽ ഒരു വലിയ കമ്പനിയുടെ എംപ്ലോയി ആണ്. പക്ഷെ വർക്കിന്റെ സ്ട്രെസ്സും ജോബ് ലോഡും അതവന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അപ്പോഴായിരിക്കും എളുപ്പത്തിൽ അവൻ അവന്റെ തന്നെ മനസ്സിൽ കുഴിച്ചിട്ട അവന്റെ ആ പഴയ ആഗ്രഹം, ഒരു തുരങ്കത്തിലേക്ക് പോവുക എന്നുള്ള ആഗ്രഹം, അത് വീണ്ടും അവനെ വേട്ടയാടാനായിട്ട് തുടങ്ങുക. എന്തു വില കൊടുത്തും എന്റെ ആഗ്രഹം അത് സാധിക്കണമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു തുരങ്കത്തിനടുത്തേക്ക് എത്തും. ഇത്തവണ അപ്പാപ്പനാണെങ്കിൽ ഇതുപോലെ അവനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പാപ്പനെ പറ്റിച്ച് നമ്മുടെ സ്റ്റീവ് അവൻ നൈസായി ആ തുരങ്കത്തിലേക്ക് എത്തുകയാണ്. തുരങ്കത്തിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ അവന് കിട്ടും. അത് രണ്ടും യോജിപ്പിച്ച് ഒരു പ്രത്യേകതരം പോർട്ടൽ തന്നെ അവൻ ഓപ്പൺ ചെയ്യും. അവൻ ആ പോർട്ടലിനുള്ളിലേക്ക് കടന്നു വരും. അപ്പോഴായിരിക്കും അവനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുതിയ വേൾഡാണ് അത് നമ്മൾ തിരിച്ചറിയുക. അവിടെയുള്ള മൃഗങ്ങൾ, പക്ഷികൾ, അങ്ങനെ എല്ലാം തന്നെ സ്ക്വയർ ഷേപ്പിലാണ്. അവനാണ് കുട്ടികളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. അവൻ സ്ക്വയർ ടൈപ്പിലുള്ള ചില ക്യൂബുകളൊക്കെ ഉപയോഗിച്ച് ഒരു വീട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ നായകൻ സ്റ്റീവ് ആണെങ്കിൽ അവിടെ അങ്ങനെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു ചെന്നായ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരിക. അവനതിന് സ്നാക്സ് ഒക്കെ കൊടുത്ത് നൈസായിട്ട് അതിനെയും അവൻ്റെ പാട്ടിലാക്കി മാറ്റും. പിന്നീട് ഒരു വർഷത്തോളം അവൻ ഇഷ്ടപ്പെട്ട പസിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെന്നായിയുടെ കൂടെ അവിടെ ആടിയും പാടിയും അടിച്ചു പൊളിച്ച് അവൻ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമായിരിക്കും ദൂരത്തായിട്ട് മറ്റൊരു പോർട്ടൽ കാണുക. ആ പോർട്ടൽ കാണേണ്ട താമസം ആ ചെന്നായ പോർട്ടലിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും. അത് കണ്ട നമ്മുടെ നായകൻ സ്റ്റീവ് അവനും ടെൻഷനായി ആ ചെന്നായെ പിടിക്കാനായിട്ട് അതിൻ്റെ പിന്നാലെ ആ പോർട്ടലിലൂടെ കടന്നു വരികയാണ്. അത് ആക്ച്വലി ഒരു ഈവിൾ വേൾഡ് ആണ്. ഒരുപാട് ഈവിൾ പിക്സൊക്കെ അവിടെ ഒരുപാട് ജോലികൾ ചെയ്യുകയാണ്. അവരുടെ നേതാവ് ഒരു മന്ത്രവാദിനിയായ വലിയൊരു പിക്കാണ്. അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നായകൻ സ്റ്റീവിനെയും ആ ചെന്നായെയും രണ്ടുപേരെയും ഒരു സെല്ലിൽ അടക്കിയാണ്. ചെന്നായി ആണെങ്കിൽ നൈസായിട്ട് ആ സെല്ലിന്റെ കീ അത് മോഷ്ടിച്ചെടുത്ത് നമ്മുടെ സ്റ്റീവിന്റെ കയ്യിൽ കൊടുക്കും. അവൻ ആ സെല്ല് തുറന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ആ പന്നികളെല്ലാം ചേർന്ന് ഇപ്പൊ സ്റ്റീവിനെ പിടിക്കുകയാണ്. സ്റ്റീവ് ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവറ്റകളെല്ലാം തള്ളി മാറ്റി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യൂബ് അത് ആ ചെന്നായുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും ആ പോർട്ടൽ വഴി എർത്തിലേക്ക് പോകണം. അവിടെ എൻ്റെ വീട്ടില് ബെഡിനടിയിലായിട്ട് ഈ ഒരു സ്റ്റോൺ, ഈ ഒരു മാജിക് ക്യൂബ് അത് നീ സൂക്ഷിക്കണം എന്ന് പറയും. അത് കേട്ട ആ ചെന്നായും പോർട്ടൽ വഴി ഇപ്പൊ എർത്തിലേക്ക് എത്തും. അവന്റെ വീട് കണ്ടെത്തി പറഞ്ഞതുപോലെ ബെഡിന്റെ അടിയിലായിട്ട് ആ ക്യൂബ് ഒളിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം പ്രസന്റ് കാണിക്കുകയാണ്. പ്രസന്റില് നമ്മുടെ അക്വാമാൻ ആളാണെങ്കിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ വികസിപ്പിച്ച് അതൊക്കെ സെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷേ വർഷങ്ങൾ അതങ്ങനെ മുൻപോട്ടേക്ക് പോകുന്തോറും ആളുടെ ഗെയിമിന് തീരെ ഡിമാൻഡ് ഇല്ലാതെ വലിയ നഷ്ടം അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണെന്ന് മനസ്സിലാക്കി ഡിപ്രഷനിലായ അക്വാമാനാണെങ്കിൽ ഒരു പുതിയ ഗെയിം അവസാനമായിട്ട് വാങ്ങാൻ വീണ്ടും തയ്യാറാവും. അക്വാമാന്റെ കയ്യിൽ അവശേഷിക്കുന്ന എല്ലാ പണവും സമ്പത്തും ഒക്കെ കൊടുത്ത് അവൻ ആ ഗെയിം വാങ്ങുകയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവൻ കരുതും പോലെ യാതൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്റ്റീവ് ആ ചെന്നായുടെ കയ്യിൽ കൊടുത്തുവിട്ട ആ ഒരു ക്യൂബ് അത് അക്വാമാൻ ലഭിക്കുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തില് ആ ഒരു പണം അത് നഷ്ടപ്പെട്ട സങ്കടത്തിൽ അങ്ങനെ തിരികെ വരികയാണ്. അതേസമയം ഹെൻറി എന്ന് പേരുള്ള ഒരു പയ്യനെ കാണിക്കും. അവനും അവന്റെ അമ്മയും ബ്രദറും ഇപ്പൊ പുതുതായിട്ടാണ് ഈ സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് ആ വീട് കൊടുത്ത ലേഡിയാണെങ്കിൽ അവളുടെ സാധനങ്ങളും ആനിമൽസിനെ എല്ലാം തന്നെ അവളുടെ കാറിൽ കയറ്റി അവിടുന്ന് കടന്നു പോകും. ഹെൻറി ആണെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കും. അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് ഓരോ ചിത്രങ്ങളും വരയ്ക്കുക എന്നതാണ് അവന്റെ പ്രത്യേകത. ആദ്യമായിട്ട് ഹെൻറി അവന്റെ പുതിയ സിറ്റി അതങ്ങനെ ചുറ്റിക്കണ്ടു പോവാണ്. അപ്പോഴായിരിക്കും അക്വാമാന്റെ ആ ഗെയിം ഷോപ്പ് കാണുക. അക്വാമാൻ ആണെങ്കിൽ ടെൻഷനായി അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല, വെറുതെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ അവന്റെ സ്കൂളിലേക്ക് വരും. സ്കൂളിലെത്തിയതും പ്രിൻസിപ്പള് ഒരുപാട് സാഡ് സ്റ്റോറിയൊക്കെ പറഞ്ഞ് അവനെ വെറുപ്പിച്ച് ക്ലാസ്സിലേക്ക് അയക്കുകയാണ്. ക്ലാസ്സിൽ ടീച്ചർ എല്ലാവരോടും ബനാനയുടെ പിക്ചർ അത് വരയ്ക്കാൻ പറയാണ്. നമ്മുടെ പയ്യനാണെങ്കിൽ വളരെ ഡിഫറെൻ്റായി അവൻ്റെ രീതിയിൽ ഒരു ബനാന വരയ്ക്കും. അവൻ്റെ പിക്ചർ കണ്ട് അടുത്തുള്ളൊരു ഉണ്ട പയ്യൻ അവൻ വണ്ടർ അടിക്കുകയാണ്. ഓ നോ, നീ എന്താ ഈ വരച്ച് വെച്ചേക്കണേ,
ഇങ്ങനെ ഒരു ബനാന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹെൻറി ആണെങ്കിൽ അവനോട് പറയും, എനിക്കിതല്ല ഇതിനപ്പുറം പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, ഒരു റോക്കറ്റ് ലോഞ്ചർ പോലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു പറയും. എന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ്. ഹെൻറി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കെൽട്ടണും ചില പ്രത്യേക എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് അടിപൊളിയായി ഒരു റോക്കറ്റ് ലോഞ്ചർ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഗ്യാപ്പിൽ ആ ഉണ്ടപ്പൻ അവനാണെങ്കിൽ ആ റോക്കറ്റ് ലോഞ്ചറിന്റെ ഒരു വയർ കട്ട് ചെയ്ത് വിടുകയാണ്. ഹെൻറി അത് ഫ്ലൈ ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങും. തുടക്കത്തിൽ അത് നല്ല രീതിയിൽ ഫ്ലൈ ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മൊത്തത്തിൽ തകർന്ന് അടുത്തുണ്ടായിരുന്ന ഒരു ചിപ്സ് ഫാക്ടറിയിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ഫാക്ടറിയിലാണ് അവന്റെ സിസ്റ്റർ അവൾ വർക്ക് ചെയ്യുന്നത്. പ്രിൻസിപ്പൾ ആണെങ്കിൽ ഹെൻറിയെ റൂമിലേക്ക് വിളിക്കും. നീ ചെയ്തത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, പക്ഷേ ഭാഗ്യത്തിന് ആർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എനിക്ക് വന്നാൽ മാത്രമേ നിനക്കിനി ഇവിടുന്ന് തുടർന്ന് പഠിക്കാനാവൂ. ഹെൻറിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സിസ്റ്ററിനോട് ഈ കാര്യം പറഞ്ഞ തീർച്ചയായിട്ടും അവൾ അവനോട് ദേഷ്യപ്പെടും. സോ വേറെ വഴിയില്ലാതെ അവൻ മോർണിംഗ് കണ്ട നമ്മുടെ അക്വാമാൻ അവളെ കോണ്ടാക്ട് ചെയ്ത് അവനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അക്വാമാൻ ആണെങ്കിൽ ആദ്യം അതിന് തയ്യാറാവില്ല. പക്ഷെ ഹെൻറി അവന്റെ കയ്യിലുണ്ടായിരുന്ന പണം അത് അവന് ഓഫർ ചെയ്യുകയാണ്. അക്വാമാൻ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് വരും. പ്രിൻസിപ്പൾ ആണെങ്കിൽ അക്വാമാനെ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് ഇപ്പൊ ഹെൻറിയെ വീണ്ടും ക്ലാസ്സിലേക്ക് കയറ്റുകയാണ്. ഹെൻറി ആണെങ്കിൽ അവന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അക്വാമാന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ആ ഒരു ക്യൂബുകൾ അവന്റെ ശ്രദ്ധയിൽ പെടുക. അതിന്റെ അടിയിൽ ഒരു പ്രത്യേക നോട്ട് ഉണ്ടാവും. ആ ക്യൂബ് അതൊന്നിപ്പിക്കാൻ പാടില്ല എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ ഹെൻറി അതൊന്നും കേൾക്കാതെ ആ ക്യൂബ് ഒന്നിപ്പിക്കും. അവനാണെങ്കിൽ ആ പേപ്പറിലുള്ള ബാക്കി കാര്യങ്ങൾ അത് വീണ്ടും താഴേക്ക് വായിക്കും. ഇൻ കേസ് നിങ്ങൾ ഈ ക്യൂബ് അതൊന്നിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ നേട്ടങ്ങളും നിത്യമൊക്കെ ലഭിക്കും. അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതൊരു മൈനാണെന്ന് പറഞ്ഞ് ആ മൈനിലേക്കുള്ള ലൊക്കേഷൻ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കേട്ട് അക്വാമാനും ഹെൻറിയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തുകയാണ്. ഇതാ മറ്റൊരു ഭാഗത്ത് ഹെൻറിയുടെ സിസ്റ്റർ. അവളാണെങ്കിൽ ഹെൻറി സ്കൂൾ വിട്ട് ഇതുവരെ തിരികെ എത്താത്തതിൽ ടെൻഷനായിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ആ ഫാക്ടറിയിൽ അത്തരത്തിലൊരു തകർച്ച ഉണ്ടാക്കിയത് അത് ഹെൻറിയാണെന്നറിഞ്ഞ് അവൾ ഷോക്കായി ഹൗസ് ഓണർ ലേഡിയുമായി ഹെൻറിയെ അന്വേഷിച്ച് അവൾ പോവുകയാണ്. ഇവിടെ ഹെൻറിയും അക്വാമാനും അവർ രണ്ടുപേരും ആ തുരങ്കത്തിലേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായി ആ പോർട്ടൽ കാണുക. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഇവന്റെ ആ പഴയ ചെന്നായ അത് ആ എൻട്രൻസിൽ തന്നെ ഉണ്ട്. അവരുടെ തൊട്ടു പിന്നാലെ ഇപ്പോ ഹെൻറിയുടെ സിസ്റ്ററും ആ ലേഡിയും അവര് അവിടേക്ക് ഓടിയെത്തും. അവളാണെങ്കിൽ ഹെൻറിയെ തിരികെ വിളിക്കും. പക്ഷെ അടുത്ത നിമിഷം ഹെൻറിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ക്യൂബിന്റെ പവർ അതില് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും പോർട്ടലിലൂടെ അകത്തേക്ക് വലിക്കുകയാണ്. ആദ്യം ഹെൻറി അകത്തേക്ക് വന്ന് വീഴും. അവന്റെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവർ ഓരോരുത്തരും ആ വേൾഡിലേക്ക് വന്ന് വീഴുകയാണ്. ആ വേൾഡിലുള്ള ഏതോ ഒരാള് ഇപ്പൊ ആ പോർട്ടൽ വഴി എർത്തിലേക്ക് വരും. അതേസമയം ആ ചെന്നായ അതും പോർട്ടൽ വഴി അകത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത ആ ഈവിൾ വേൾഡ് കാണിക്കും. അവിടെ ആ മന്ത്രവാദി പന്നിയാണെങ്കിൽ വീണ്ടും ആ മാജിക് ക്യൂബ് അത് അവിടേക്ക് എത്തിയ കാര്യം തിരിച്ചറിയും. അതിനുശേഷം അവൾ ആ കാര്യം ഇപ്പൊ സ്റ്റീവിനെ അറിയിക്കുകയാണ്. എത്രയും വേഗം എനിക്ക് ആ ക്യൂബ് നീ തന്നെ കൊണ്ടുവന്ന് തരണം. അതെനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ചെന്നായിയെ ഞാൻ വെട്ടിക്കൊല്ലൂന്ന് പറഞ്ഞ് അവന്റെ ബെൽറ്റ് സ്റ്റീവിന് കാണിക്കുകയാണ്. സ്റ്റീവ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഇവിടെ അക്വാമാനും ടീമും ആണെങ്കിൽ അവിടെയുള്ള ആനിമൽസിനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അടുത്ത നിമിഷം ചില സോംബീസ് അവിടേക്ക് വന്ന് അവരെ അച്ചരം പൊച്ചരം അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അക്വാമാൻ ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടും. പക്ഷെ അവനൊരു കുഴിയിൽ വീഴും. ആ ക്യൂബുമായിട്ട് ഓടുന്നതിനിടയിൽ വലിയൊരു മരത്തിൽ തട്ടി താഴേക്ക് വീഴുകയാണ്. അവൻ ആ മരത്തിൽ ടച്ച് ചെയ്യും. അതൊരു ക്യൂബായി മാറും. കാര്യം പിടികിട്ടിയ ഹെൻറി ആണെങ്കിൽ ആ ക്യൂബുകളൊക്കെ ചേർത്ത് വെച്ച് ഒരു കോട്ട തന്നെ പണിയാണ്. ഇവിടെ അക്വാമാൻ അവൻ വീണ് കിടക്കുന്ന കുഴിയിൽ ആഞ്ഞു വെട്ടി അവിടെ മറ്റൊരു പാസേജ് തന്നെ കണ്ടെത്തും. അക്വാമാൻ ആണെങ്കിൽ ആ ഒരു പാസേജ് വഴി കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. ഉടനെ ഒരുപാട് സോംബീസ് അവനെ റൗണ്ട് ചെയ്യും. ഹെൻറിയും ടീമും അവർ ക്രിയേറ്റ് ചെയ്ത ആ കോട്ടയിൽ സേഫാണ്. അവർ കൈ കാട്ടി ഇപ്പൊ അക്വാമാനെ വിളിക്കുകയാണ്. അവൻ ഉഷാറായിട്ട് ഓടി നിലത്ത് വീണ് കിടക്കുന്ന ആ ക്യൂബ് കയ്യിലെടുക്കും. അടുത്ത നിമിഷം ഒരു സോംബി ആണെങ്കിൽ ആ ക്യൂബിന്റെ ഒരു ഭാഗം തന്നെ തകർക്കുകയാണ്. ആ ഒരു തകർച്ചയിൽ ഇതിലേക്ക് പോകാനുള്ള ആ പോർട്ടല് അതവിടെ പതി ഇൻവിസിബിൾ ആവും. ബാക്കിയുള്ള ആ ഒരു ക്യൂബുമായി ഇപ്പോ അക്വാമാൻ ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി ആ കോട്ടയുടെ അടുത്തേക്ക് എത്തും. പക്ഷെ അപ്പോഴേക്ക് സോംബീസ് എല്ലാം അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. ഹെൻറിയും അവന്റെ സിസ്റ്ററും ആ ലേഡിയും അവർ 3 പേരും ചേർന്ന് അവരെ കൊണ്ട് പറ്റും പോലെ ആ സോംബീസുകളെ അച്ചറം പൊച്ചറം അടിച്ച് അക്വാമാനെ സേഫായി ആ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ സോംബീസുകളെല്ലാം ചേർന്ന് കോട്ട തകർക്കുകയാണ്. അവര് പേടിച്ച് കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്ക് വരും. എങ്ങനെ ഈ സോംബികളെ നശിപ്പിക്കും ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതേ സമയം നമ്മുടെ സ്റ്റീവ് അവിടേക്ക് ചാടി വന്ന് ആ സോംബീസുകളെ അങ്ങനെ തല്ലി തല്ലി കൊന്ന് നശിപ്പിച്ചു കളയാണ്. സ്റ്റീവ് ആ സോംബീസിന്റെ കൈയെല്ലാം വെട്ടി
വെട്ടിയെടുത്ത് അവറ്റകളെ തന്നെ തല്ലി തകർത്ത് ഇപ്പോ അവന്റെ കയ്യിലേക്ക് നോക്കുകയാണ്. കയ്യിലേക്ക് നോക്കേണ്ട താമസം അവിടെ സൂര്യൻ ഉദിച്ച് സോംബീസ് എല്ലാം തന്നെ ഇല്ലാതായി മാറും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ സ്റ്റീവിനോട് നിങ്ങൾ ആരാ, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തി ചോദിക്കും. അതിന് സ്റ്റീവ് പറയും, ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഒരുപാടായി, എൻ്റെ ചെന്നായ അതെവിടെ. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അറിയില്ല എന്ന് മറുപടി പറയും. സ്റ്റീവ് പറയും, നിങ്ങൾക്കിനി തിരികെ പോകാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ കയ്യിലുള്ള ക്യൂബ് അതിൻ്റെ ഒരു പോർഷൻ ഓൾറെഡി തകർന്നു പോയി. സോ നിങ്ങളിനി ഇവിടെ തന്നെ ജീവിക്കണം. ബാക്കിയുള്ള ഒരു പോർഷൻ അത് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് തിരികെ തരണം. വേറെ വഴിയില്ലാതെ ഇപ്പൊ നമ്മുടെ ആൾക്കാർ സ്റ്റീവിനെ ട്രസ്റ്റ് ചെയ്ത് ആ ഒരു ക്യൂബ് അവന് കൊടുക്കുകയാണ്. അക്വാമാൻ ആണെങ്കിൽ സ്റ്റീവിനെ വാൺ ചെയ്യും. അതിനുശേഷം സ്റ്റീവ് ആണെങ്കിൽ അവരുമായിട്ട് ആ ഒരു സിറ്റിയിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം സ്റ്റീവ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇപ്പോൾ എർത്തിലേക്ക് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് ഞാൻ അടിപൊളി ഫുഡ് തരാമെന്ന് പറഞ്ഞ് അവ മുൻപിലേക്ക് നോക്കും. അടുത്ത നിമിഷം ഒരു ചിക്കൻ അത് ലാവ ഉപയോഗിച്ച് അങ്ങനെ ഫ്രൈ ചെയ്ത് പുറത്തേക്ക് വരികയാണ്. അക്വാമാൻ ആണെങ്കിൽ ആർത്തിയിൽ അത് കടിച്ചു പറിച്ച് തിന്നും. പക്ഷേ ചൂട് അത് സഹിക്കാൻ കഴിയാതെ അവനത് തുപ്പുകയാണ്. അതേസമയം ഇവിടെ ആ വില്ലത്തി പന്നി അവളാണെങ്കിൽ സ്റ്റീവ് അവളെ ചീറ്റ് ചെയ്ത കാര്യം തിരിച്ചറിഞ്ഞ് പന്നിയാണെങ്കിൽ ഫുൾ കലിപ്പില് അവളുടെ അസിസ്റ്റൻസിനോട് പറയും, ഒരു കാരണവശാലും അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. എത്രയും വേഗം നിങ്ങൾ അവിടേക്ക് പോയി ആ സ്റ്റീവിനെ തല്ലിക്കൊന്ന് ആ ഒരു ക്യൂബ് അതിവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയും. അത് കേട്ട് അവരും ഇപ്പൊ അവിടേക്ക് കടന്നു വരികയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരെയാണെങ്കിൽ സ്റ്റീവ് അവിടെയുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഒരു പ്രത്യേക സ്റ്റോറിലേക്ക് വന്ന് അവിടെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ കാണിച്ചു കൊടുക്കുകയാണ്. യുവമാനാണെങ്കിൽ ഒരു സ്റ്റോൺ എടുത്ത് പുറകിലേക്ക് എറിയും. അടുത്ത നിമിഷം ആ സ്റ്റോൺ വീണ അതേ സ്ഥലത്തേക്ക് അവൻ ടെലിപ്പോർട്ടായിട്ട് എത്തുകയാണ്. അതിനുശേഷം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അതുപയോഗിച്ച് ആയുധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. സ്റ്റീവ് ആണെങ്കിൽ ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്യും. അക്വാമാൻ ആണെങ്കിൽ നുഞ്ചാക്ക് പോലെ കട്ടിയുള്ള ഒരു സാധനവും അവസാനമായിട്ട് നമ്മുടെ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ഒരു അടിപൊളി ഗൺ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അവരത് ക്രിയേറ്റ് ചെയ്യേണ്ട താമസം ആ പന്നി വില്ലന്മാർ അവിടേക്ക് എത്തി അവിടെയുള്ള എല്ലാം തന്നെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. അക്വ ആണെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നുഞ്ചാക്ക് എടുത്ത് ആഞ്ഞു കറക്കും. പക്ഷെ അത് അങ്ങനെ തെറിച്ചു പോയി സ്റ്റീവിനെ തന്നെ അടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള വെപ്പനൊക്കെ ഉപയോഗിച്ച് അവറ്റകളെ തല്ലി താഴെയിടും. സ്റ്റീവ് ആണെങ്കിൽ വിളിച്ചു പറയും, നമ്മളെ കൊണ്ട് ഇവറ്റകളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവില്ല, സോ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് അവർ രണ്ട് ടീമായി അവിടുന്ന് പിരിയാണ്. സ്റ്റീവ് ആണെങ്കിൽ ഹീറോ പയ്യൻ ഹെൻറിയെയും അക്വാമാനെയും വലിയൊരു മൗണ്ടൈന് മുൻപിൽ കൊണ്ടുവരും. അതിനുശേഷം അവർക്ക് പറക്കാനായി ചിറകുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും. സ്റ്റീവ് ആദ്യം നമ്മുടെ ഹെൻറിയെ വെള്ളത്തിലേക്ക് തള്ളിയിടും. അവനാണെങ്കിൽ പേടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം അവന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ രണ്ട് ചിറകുകൾ അതങ്ങനെ വീശി അടിച്ച് അവകളിലേക്ക് പറന്നുയരും. ആ കാഴ്ച കണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടെ അവനെ തന്നെ നോക്കും. അടുത്തതായിട്ട് അവനാണെങ്കിൽ ഇപ്പൊ അക്വാമാനെ തള്ളിയിടും. അതിനുശേഷം അവന്റെ പുതുകിലേക്ക് ചാടി കയറുകയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് ഫ്ലൈ ചെയ്ത് മുൻപോട്ടേക്ക് പോവാണ്. അവരുടെ തൊട്ടു പിന്നിലായിട്ട് ആ പന്നി വില്ലന്മാര് അവറ്റകളെല്ലാം ചൂടിന്റെ ഒക്കെ സഹായത്താൽ അവരെ ഫോളോ ചെയ്ത് പറന്നു വരികയാണ്. അതിലൊരു പന്നിയാണെങ്കിൽ ഇപ്പൊ ഏകദേശം നമ്മുടെ ഹീറോ ഹെൻറിയുടെ തൊട്ടടുത്തെത്തി അവന്റെ കാല് പിടിച്ച് വലിക്കും. ഹെൻറി ആണെങ്കിൽ അവനെ കൊണ്ട് പറ്റും പോലെ അതിനെ ചവിട്ടി ദൂരേക്കെറിയാൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് സ്റ്റീവും അക്വാമാനും അവർ രണ്ടുപേരും അവരെ കൊണ്ട് പറ്റും പോലെ ഒരുപാട് പന്നികളെ ഇല്ലാതാക്കും. അക്വാമാനും അവർ രണ്ടുപേരും ദൂരത്തായിട്ടുള്ള ഒരു വല ലക്ഷ്യമാക്കി അങ്ങനെ സ്പീഡിൽ പാഞ്ഞു പോവാണ്. വില്ലൻ പന്നികളാണെങ്കിൽ അവരുടെ ക്ലോസ് തന്നെ താമസം അവർ രണ്ടുപേരും ഡൈവേർട്ട് ചെയ്ത് താഴെ കൂടെ പറന്നു പോകും. വില്ലന്മാര് പന്നികളാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. ആ പൊട്ടിത്തെറിയിൽ നിന്നും നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടു പോകും. മറ്റൊരു ഭാഗത്ത് ഹെൻറി ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റോക്കറ്റ് അതുപയോഗിച്ച് കാലിൽ പിടിച്ചിരുന്ന ആ പന്നിയെ തകർത്ത് കളഞ്ഞ് അവൻ അങ്ങനെ സ്റ്റീവിന്റെയും അക്വാമാന്റെ ദേഹത്തേക്ക് വന്ന് ആഞ്ഞെട്ടിക്കുകയാണ്. പിന്നീട് അവർ മൂന്ന് പേരും ഒരു ടീമായി ഒറ്റക്കെട്ടായി മുൻപോട്ടേക്ക് കുതിച്ചു പോവും. സ്റ്റീവ് ആണെങ്കിൽ അക്വാമാന്റെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റ് അതിലെ വെള്ളം താഴേക്ക് ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് വന്ന് സേഫായിട്ട് ലാൻഡ് ആവും. അതേസമയം മറ്റൊരു ഭാഗത്ത് ഹെൻറിയുടെ സിസ്റ്ററും ആ പെണ്ണും അവർ രണ്ടുപേരും ചെറിയ മരക്കട്ടയൊക്കെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അത് തോണിയാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് വെറും ക്യൂബായിട്ട് മാത്രമായിരിക്കും മാറുക. കട്ട് ചെയ്ത ഇവിടെ ഹ്യൂമൻ വേൾഡിലേക്ക് വന്ന ആ വിചിത്ര മനുഷ്യൻ അവനാണെങ്കിൽ ആ പ്രിൻസിപ്പളിന്റെ കാർ തട്ടി തെറിച്ചു പോവാണ്. പ്രിൻസിപ്പൾ ആണെങ്കിൽ പേടിച്ച് അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഐ എം സോറി, എനിക്കറിയാതെ സംഭവിച്ചതാണ്, നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം
നീ ഈ ഹ്യൂമൻ വേൾഡിലുള്ള ഒരാളല്ല എന്ന്. പക്ഷെ എനിക്ക് നിന്റെ സ്ട്രെങ്ത് അത് ഒത്തിരി ഇഷ്ടമായി. സോ നിനക്ക് എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ടുപോകും. കട്ട് ചെയ്താ ഇവിടെ ഹെൻറിയും അക്വാമാനും അവർ രണ്ടുപേരും ടെൻഷനായി ഇപ്പൊ സ്റ്റീവനോട് ചോദിക്കും, സത്യം പറയും ഇവിടെ എന്താ നടക്കണേ? ആ പന്നിക്കൂട്ടം അവറ്റകൾ എന്തിനാ നമ്മളെ അറ്റാക്ക് ചെയ്യണേ? അതിന് സ്റ്റീവ് പറയും, ഇതിനെല്ലാം കാരണക്കാരി ആ മന്ത്രവാദിനി പന്നിയാണ്. അവൾ ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രദേശത്ത് വെച്ച് വലിയൊരു ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ അവളുടെ പെർഫോമൻസിനെ റെസ്പെക്ട് ചെയ്യാതെ അവളെ എല്ലാവരും ചേർന്ന് ആ ഒരു നരകത്തിലേക്ക് തള്ളിവിട്ടു. അവൾ അവിടെ സ്വന്തമായിട്ടൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അതിനുശേഷം ഈ ഒരു ക്യൂബ് അതുപയോഗിച്ച് അവൾ അവളുടെ പ്രദേശം ഇതുപോലെ സുന്ദരമായിട്ടുള്ള ഒരു ഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സംഭവിച്ച ഈ ഒരു പ്രദേശം അത് മുഴുവനായിട്ട് നശിക്കും. ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് ഈ ഒരു പ്രദേശം പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചെന്നായെ കണ്ടെത്താനും അവനെ രക്ഷിക്കാനുമാണ്. കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലത്തി പന്നിയെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ പ്ലാൻ അത് സ്പോയിലായതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന അവളുടെ സോൾജിയർ പന്നികളെ അറ്റാക്ക് ചെയ്യാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇവരുടെ സിസ്റ്ററും ആ ലേഡിയും അവർ രണ്ടുപേരും ഒരുപാട് സോംബികളൊക്കെ തല്ലിക്കൊന്ന് വിഷമത്തിൽ കടന്നു വരികയാണ്. കാരണം അവരുടെ ടീംമേറ്റ്സ് അവളുടെ ബ്രദർ ഹെൻറിയും അതുപോലെ തന്നെ അക്വാമാനും അവർ രണ്ടുപേരെയും അവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരങ്ങനെ സാഡായിട്ട് നിൽക്കുമ്പോഴായിരിക്കും സ്റ്റീവിന്റെ ആ ഒരു നായ അവരുടെ അടുത്തേക്ക് ഓടിയെത്തുക. ആ ലേഡി ആണെങ്കിൽ അതിന്റെ കഴുത്തിലുള്ള ആ ബെൽറ്റ് ചെക്ക് ചെയ്യും. അതിൽ നിന്ന് മനസ്സിലാവും സ്റ്റീവിന്റെ പെറ്റാണ് ചെന്നായി എന്ന്. അതാണെങ്കിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അവരുടെ ലൊക്കേഷൻ അത് കാണിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ്. അതിനെ ഫോളോ ചെയ്ത് നമ്മുടെ ലേഡീസ് അവരുടെ പിന്നാലെ ആ ഒരു ചെന്നായിയുടെ പിന്നാലെ ഓടും. അതേസമയം അക്വാമാനും ടീമും അവരാണെങ്കിൽ ഒരു സീക്രട്ട് പാസേജ് വഴി കടന്നു വരികയാണ്. അക്വാമാൻ ആണെങ്കിൽ തെറിച്ച് ഒരു ലിവറിൽ പോയി ഇടിക്കും. ഉടനെ ഒരു പോർട്ടൽ ഓപ്പൺ ആയി അവിടെ എല്ലാം തന്നെ വൈരങ്ങളുള്ള ഒരുപാട് കൊട്ടകൾ അവർക്ക് കാണാൻ പറ്റും. അക്വാമാനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. അവനെ കൊണ്ട് പറ്റും പോലെ അതിൽ ഒരുപാട് വാരിയെടുത്ത് അവൻ പോക്കറ്റിൽ നിറയ്ക്കുകയാണ്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ പന്നിക്കൂട്ടം അവറ്റകൾ അവിടേക്ക് വരിക. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവറ്റകളെ കണ്ട് കൺട്രോൾ പോവും. ഓ നോ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഒരു ട്രോളിയിൽ കയറി നല്ല സ്പീഡിൽ പോകും. അവരല്പ ദൂരം ആ ഒരു ട്രോളിയിൽ മുൻപോട്ടേക്ക് വരും. പക്ഷെ കുറച്ച് മുൻപോട്ടേക്ക് എത്തുമ്പോൾ അതങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് ചുറ്റും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ജീവികൾ. സ്റ്റീവ് ആണെങ്കിൽ അക്വാമാനോട് പറയും, നീ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ ട്രോളി മുൻപിലേക്ക് തള്ളണം. ആ കാണുന്ന ചുവന്ന സ്റ്റോൺ അതിലെത്തിക്കഴിഞ്ഞ ട്രോളി തനിയെ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പായും. അത് കേട്ട് ഇപ്പൊ നമ്മുടെ അക്വാമാൻ അവനാണെങ്കിൽ ആ ഒരു ട്രോളി മുൻപിലേക്ക് തള്ളി ആ സ്റ്റോണിന്റെ അടുത്തെത്തിക്കും. വില്ലത്തിയുടെ ജയന്റ് പന്നി അത് അവരുടെ തൊട്ട് പിന്നാലെ എത്തേണ്ട താമസം സ്റ്റോണില് റിഫ്ലക്റ്റ് ആയ അവരുടെ വണ്ടിയാണെങ്കിൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിക്കും. ആ ഗ്യാപ്പിൽ സ്റ്റീവ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കള് അതെല്ലാം തന്നെ ട്രിഗർ ചെയ്ത് വിട്ട് അങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ഒരു കോട്ട മുഴുവൻ നശിപ്പിച്ച് പന്നികളെയും ടീംസിനെയും ഇല്ലാതാക്കും. അതിനുശേഷം സ്റ്റീവ് ആണെങ്കിൽ അവർ കരുത്തിലേക്ക് തിരികെ പോകാനുള്ള ആ സ്റ്റോൺ ഉള്ള സ്ഥലത്തെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ രണ്ട് ബേസിൽ കാവൽക്കാരാണ്. അവരുടെ കണ്ണിൽ നോക്കി ഫൈറ്റ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ ഫ്ലോറിലാണ് ആ ഒരു സ്റ്റോൺ ഉള്ളത്. അത് നമ്മളിൽ ആരായിരിക്കും എടുക്കുക അത് നമ്മൾ തീരുമാനിക്കണം. ഹെൻറി ആണെങ്കിൽ ഒന്നും ആലോചിക്കാതെ അത് അവൻ ചെയ്യാമെന്ന് പറയും. അതിന് സ്റ്റീവ് പറയും, അങ്ങനെ ണെങ്കിൽ ബാക്കിയുള്ള സോൾജേഴ്സിന്റെ കാര്യം അത് ഞാനും അക്വാമാനും ചേർന്ന് ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സ്റ്റീവും അക്വാമാനും അവർ രണ്ടുപേരും പി ഒക്കെ ഊതി സോൾജേഴ്സിനെ ഡൈവേർട്ട് ചെയ്യും. ആ ഗ്യാപ്പിൽ ഹെൻറി അവൻ 3rd ഫ്ലോറിലേക്ക് വരികയാണ്. കുറച്ച് സെക്യൂരിറ്റീസ് അവനെ ഫോളോ ചെയ്യുന്ന കാണേണ്ട താമസം അവൻ ആ ഡോർ വലിച്ചടച്ച് 3rd ഫ്ലോറിലെ ഓരോരോ ഡ്രോവറുകളായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അറ്റ് ലാസ്റ്റ് അവൻ ആ ഒരു സ്റ്റോൺ കണ്ടെത്തുകയാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ അക്വാമാനെയും സ്റ്റീവനെയും അവരെ രണ്ടുപേരെയും ഗോതയിലേക്ക് കൊണ്ടുവന്ന് ഒരു കോഴിയെയും അതിന്റെ പുറത്ത് ഒരു സോംബി പയ്യനെ ഇരുത്തി ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ആ കോഴിയും സോംബി പയ്യനും ഇപ്പൊ അക്വാമാനെ ഇട്ടിച്ച് തെറിപ്പിക്കും. സ്റ്റീവനാണെങ്കിൽ അത് നോക്കി നിൽക്കാനാവില്ല. അവൻ ആ കെട്ടൊക്കെ അഴിച്ച് അവനെ കൊണ്ട് പറ്റും പോലെ ആ കോഴിയെയും ഈ പയ്യനെ അടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹെൻറി ആണെങ്കിൽ ആ ഒരു സ്റ്റോണുമായിട്ട് തിരികെ വരുമ്പോൾ മെയിൻ സോൾജിയർ അവന്റെ മുൻപിലേക്ക് വരും. ഹെൻറി അവന്റെ കണ്ണിലേക്ക് നോക്കും. അപ്പോൾ ചില ഇല്യൂഷൻസ് ഒക്കെ അവന് തോന്നുകയാണ്. അത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയ ഹെൻറി ഒരു വെപ്പൺ ഉപയോഗിച്ച് അതിനെ ആഞ്ഞടിച്ച് അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റോൺ കരസ്ഥമാക്കുവാണ്. എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റോണ് അതുപയോഗിച്ച് ഇപ്പൊ ടെലിപ്പോർട്ടായി റിങ്ങിലുള്ള നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അവിടുന്നും അവര് 3 പേര് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിയെത്തും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. വലിയ പാരച്യൂട്ടിന്റെ സഹായത്താൽ ആ വില്ലത്തി പന്നിയും അവളുടെ ആൾക്കാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ ഒരു ക്രിസ്റ്റൽ കല്ല് അവളുടെ കൈക്കലാക്കി മാറ്റും. അത് കണ്ട
ഹെൻറിയും സ്റ്റീവും അവർ രണ്ടുപേരും അവളുടെ പാരച്യൂട്ടിലേക്ക് ചാടി കയറുകയാണ്. അക്വാമാനാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവറ്റകളുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന പന്നികളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അടുത്ത നിമിഷം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. സ്റ്റീവും ഹെൻറിയും അവർ രണ്ടുപേരും അങ്ങനെ തെറിച്ചുപോയി അടിച്ചു വീഴും. ഹെൻറിയുടെ സിസ്റ്ററും ആ ലേഡിയും അവർ രണ്ടുപേരും ഇപ്പോൾ ഹെൻറിയെയും സ്റ്റീവിനെയും സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റീവ് ആണെങ്കിൽ അവന്റെ ആ ചെന്നായെ കണ്ട് സന്തോഷിക്കും. അതേസമയം ആ വില്ലത്തി പന്നി അവളാണെങ്കിൽ അവളുടെ ആൾക്കാരുമായി ഈ ഒരു വേൾഡിലേക്ക് വന്ന് ആ വേൾഡ് തകർക്കാൻ ശ്രമിക്കുകയാണ്. ആ കാര്യം പിടികിട്ടിയ നമ്മുടെ ആൾക്കാരെല്ലാവരും കെട്ടായി ഒരുപാട് വെപ്പൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ കടന്നു വരും. സ്റ്റീവ് ആണെങ്കിൽ ഒരു വമ്പ സ്യൂട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ മെയിൻ പന്നി വില്ലത്തി അവളുടെ അടുത്തേക്ക് വന്ന് പൊരിഞ്ഞ ഫൈറ്റ്. അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് അവന്റെ കോട്ട് തകർക്കും. ആ ഗ്യാപ്പിൽ ഹെൻറി ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് ഉപയോഗിച്ച് ആ ക്രിസ്റ്റൽ എടുക്കാൻ മുകളിലേക്ക് കയറി വരും. പക്ഷെ അടുത്ത നിമിഷം ഒരു പന്നി ഹെൻറി നിന്നിരുന്ന സ്ഥലം അത് മുഴുവനായിട്ടും തകർക്കും. അവൻ അങ്ങനെ കൺട്രോൾ പോയി താഴേക്ക് പോകും. അടുത്ത നിമിഷം അക്വാമാൻ ആണെങ്കിൽ ഒരു പാരച്യൂട്ടിൽ പറന്നു വന്ന് ഹെൻറിയെ സേവ് ചെയ്യാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽ വെച്ചിരുന്ന ആ പിരമിഡ് തകർക്കും. അടുത്ത നിമിഷം സൂര്യൻ ഉദിച്ച് ആ പന്നികളെല്ലാം കത്തി ഉരുക്കുകയാണ്. ക്രിസ്റ്റൽ ആണെങ്കിൽ ഇപ്പൊ ആ മെയിൻ പന്നിയുടെ കയ്യിലേക്ക് വന്ന് വീഴും. മെയിൻ വില്ലത്തി പന്നി അവൾ ആ ക്രിസ്റ്റലിലേക്ക് നോക്കുന്ന അടുത്ത നിമിഷം ആ ഇരുമ്പ് മനുഷ്യൻ അവൾ ആഞ്ഞടിക്കും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ആ വലിയ പ്രശ്നം സോൾവ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം പോർട്ടൽ വഴി അവരെല്ലാം തിരികെ എർത്തിലേക്ക് വരും. കട്ട് ചെയ്ത അക്വാമാനും ഹെൻറിയും അവർ രണ്ടുപേരും ചേർന്ന് അക്വാമാന്റെ ആ ഒരു ഗെയിം ബിസിനസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. ഹെൻറിയുടെ സിസ്റ്റർ ആണെങ്കിൽ അവളുടെ ഇഷ്ടപ്പെട്ട ട്രെയിനിങ് ഒക്കെ എടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ ലേഡി അവളാണെങ്കിൽ ചെന്നായി ഉപയോഗിച്ച് പുതിയ ചില അടിപൊളി ഷോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അവസാനമായിട്ട് നമ്മുടെ പ്രിൻസിപ്പള് ആളാണെങ്കിൽ ആ ഒരു വ്യത്യസ്ത മനുഷ്യനെ അവനെ വിവാഹം ചെയ്യുന്നതോട് കൂടെ ഈ ഒരു ഫിലിം അവസാനിക്കുന്നു. ഫിലിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.